Hello, my dear students. Today we are going to talk about the factors influencing perception. The last class we learned what is perception, what is the difference between perception and sensation, what is the process of perception. What is perception? Ajay, what is perception? Perception is the way how you see the environment, how you see the environment. അതാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണ് how you interpret, how you organize the impression. നമ്മൾ വെറും ഒരു മീനിങ് കൊടുക്കും, നിങ്ങൾ കണ്ടതിന് നമുക്കൊരു മീനിങ് കൊടുക്കും. അതാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് പറയാം, നമ്മൾ സമ്മറൈസ് ചെയ്ത് പറയുമ്പോൾ പെർസെപ്ഷൻ ഒരു ഇൻഡിവിജ്വൽ പ്രോസസ്സാണ്. ഹൗ യു സീ ദി എൻവയോൺമെൻറ്റ്, അത് നമ്മൾ കാണുമ്പോൾ നമ്മൾ എങ്ങനെ അത് മനസ്സിലാക്കുന്നു, കാര്യങ്ങൾ അതാണ് പല രണ്ടുപേരുടെയും പെർസെപ്ഷൻ ഡിഫറൻസ് ആവുന്നത് കൊണ്ടാണല്ലോ ഒരു ഇഷ്യൂവിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിനെ കുറിച്ച് രണ്ടുപേർക്ക് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ, അല്ലെങ്കിൽ ഒരു ഓർഡറിൽ തന്നെ ആൾക്കാർക്ക് ആദ്യം കാണുന്ന കാഴ്ചപ്പാടുകൾ കാഴ്ചപ്പാടുകളാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഹൗ യു സീ ദി തിങ്സ്, നിങ്ങൾ എങ്ങനെ കാര്യങ്ങൾ നോക്കിക്കാണുന്നു. ഓക്കെ, അപ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. അതായത് 2 സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഈ സ്റ്റിമുലി നമ്മൾ പറഞ്ഞു. ഈ സ്റ്റിമുലി ആണല്ലോ, സ്റ്റിമുലിയിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഒരു സ്റ്റിമുലിയെ റിസീവ് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റിമുലിയെ ഇൻഫ്ലുവൻസ് ചെയ്യണം, നമ്മൾ ഒരു സെലക്ഷൻ നടത്താം. സ്റ്റിമുലി ഒരു റിസീവ് ചെയ്ത സ്റ്റിമുലിയെ റിസീവ് ചെയ്ത സ്റ്റിമുലിയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ എന്താ പറയുക, സ്ക്രീൻ ചെയ്യുന്നു. ചിലതിനെ സ്ക്രീൻ ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സ്റ്റിമുലിയെ സ്ക്രീൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ 2 ഫാക്ടേഴ്സാണ്, ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും. ഓക്കെ, ചിലപ്പോൾ ഞാനത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല എന്ന് പറയും ചിലവർ. കാരണം അയാൾ സ്ക്രീൻ ഔട്ട് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അയാൾ ചെയ്യുന്ന സ്ക്രീൻ ഔട്ടിങ് ഡിഫറെൻ്റ് ആയിരിക്കും, ഞാൻ ചെയ്യുന്ന സ്ക്രീൻ അതാണ് നിനക്ക് അങ്ങനെ തോന്നിയില്ല, എനിക്ക് അങ്ങനെ തോന്നിയില്ല എന്നൊക്കെ പറയില്ലേ. അതാണ് സ്റ്റിമുലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പെർസെപ്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യും. നിങ്ങളുടെ ഹാബിറ്റ് നിങ്ങളുടെ പെർസെപ്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യും. നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ മോട്ടിവേഷൻ, ഓർഗനൈസേഷന് പോയിന്റിൽ പറയാം, നിങ്ങളുടെ ഓർഗനൈസേഷൻ, നിങ്ങൾ പൊസസ് ചെയ്യുന്ന റോള്, സ്പെഷ്യലൈസേഷൻ, നിങ്ങളുടെ നീഡ്സ്. ദെൻ ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്? ഏജ്, ഇൻട്രസ്റ്റ്, ആംബിവലൻസ്, എക്സ്പീരിയൻസ്, ദെൻ പേഴ്സണാലിറ്റി, എക്കണോമിക്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ബിലീവ്സ്. ഓക്കെ, അപ്പോൾ എന്ന ഈ ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ ലേണിംഗ് ആണ്. നിങ്ങൾക്കറിയാം, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിസ് അടുത്ത പെർസെപ്ഷൻ കഴിഞ്ഞാൽ എടുക്കാൻ പോകുന്നത് ലേണിങ്ങിനെ കുറിച്ചിട്ടാണ്. നമ്മൾ പെർസെപ്ഷൻ ലേണിംഗ് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. എക്സ്ക്യൂസ് മീ. അതായത് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വാട്ട് ഈസ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലേണിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ നമ്മൾ ബിഹേവിയറിൽ കുറച്ചും കൂടി നമ്മൾ പറയാം പെർമനൻറ്റ് ചേഞ്ച് ന്യൂ ബിഹേവിയറാണ്. ശരിക്കും പറഞ്ഞാൽ അതായത് നമ്മൾ പ്രയർ റിസൾട്ട് പ്രകാരം നമ്മുടെ ബിഹേവിയറിലുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ പറയുന്നത് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലേണിങ് നമ്മൾ ലേണിംഗ് സ്റ്റൈൽസ് അല്ലെങ്കിൽ നമ്മൾ ലേണിങ് നമ്മളുടെ പെർസെപ്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു ലേണിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ദെൻ നമ്മുടെ ഹാബിറ്റ്, നെക്സ്റ്റാണ് ഹാബിറ്റ്. നമ്മുടെ ഹാബിറ്റ്സ് നമ്മുടെ പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ റൈറ്റ് റെസ്പോൺസ്, റോങ് റെസ്പോൺസ് നമ്മൾ പറയില്ല, നമ്മൾ ഹാബിറ്റാണ്. നമ്മൾ ആ സിനിമ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഏത് സിനിമ മഹേഷമാധവനിലെ പട്ടാളക്കാരൻ അമ്പലത്തിൽ പോയപ്പോൾ എന്ത് സംഭവിച്ചു? അമ്പലത്തിലെ കടണ വെടിയുടെ ശബ്ദം, ആ വഴിയുടെ ശബ്ദം കേട്ടപ്പോൾ അയാൾ എന്ത് ചെയ്തു? കമന്ന് കിടന്നു. ബിക്കോസ് അയാൾ അതിർത്തിയിലാണെന്ന് ഞാൻ ആലോചിച്ച് പോയി എന്ന് പറയുന്നില്ലേ. കാരണം അയാൾ ശീലിച്ചതാണ് അതങ്ങനെ, പെട്ടെന്ന് കണ്ടപ്പോൾ അതങ്ങനെ ശബ്ദം കേട്ടത്. അപ്പോൾ നമ്മുടെ ഹാബിറ്റ്സ് നമ്മൾ പെർസെപ്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ മോട്ടിവേഷൻ, നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മളുടെ നീഡിനും നമ്മുടെ ഇൻട്രസ്റ്റും നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനും
ഇതൊക്കെ നമുക്ക് പെർസെപ്ഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ സാധനം കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു വിശക്കുണ്ടാവുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയുക നമുക്ക് ദാഹിച്ചു, നമുക്ക് ഒരു ഹോട്ടൽ കണ്ടപ്പോൾ നമുക്ക് ദാഹം തോന്നി, വെള്ളം കണ്ടപ്പോൾ കുടിക്കാൻ തോന്നി. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ എന്താ പറയുക നമ്മളുടെ മോട്ടിവേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. മോട്ടിവേഷനും ഇൻട്രസ്റ്റും എല്ലാം നമ്മളുടെ പെർസെപ്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. പിന്നെ ഓർഗനൈസേഷനിലെ റോള്, അതായത് നമ്മൾ ഏത് റോളിലാണ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ കാണുക. അപ്പം എൻ്റെ റോൾ എന്താ, ഇപ്പം ഞാനൊരു സൊസൈറ്റിയിൽ ന്യൂസ് വായിക്കുമ്പോൾ ഞാൻ ടീച്ചറുടെ പോയിൻ്റ് ഓഫ് വ്യൂ കാണും. ഓക്കെ, ചില ആൾക്കാർ ഒരു അഡ്വക്കേറ്റിൻ്റെ പോയിൻ്റ്, അവരുടെ പ്രൊഫഷൻ എന്താ അതുപോലെ കാണും. അപ്പോൾ ഞാൻ കോളേജിൽ പ്രിൻസിപ്പളാണെങ്കിൽ ഒരു ഓർഡറിനെ കാണുമ്പോൾ ഞാനൊരു പ്രിൻസിപ്പൽ റോളിലാണ് കാണുക. ഞാൻ ടീച്ചറാണെങ്കിൽ ടീച്ചറെ പോലെ എനിക്ക് തോന്നുള്ളൂ. ആ ഓർഡറിനെ കുറിച്ച് ഞാൻ ടീച്ചറുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ ഞാൻ ഏത് റോളാണോ അവിടെ ചെയ്യുന്നത് ആ റോള് നമ്മളുടെ പെർസെപ്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ നമ്മുടെ നീഡ് എന്താണോ നമ്മളെന്തായാലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ദെൻ നമ്മൾ ഏജിൻ്റെ ഡിഫറൻസ്, ഏജ് ഗ്രൂപ്പ്, അതായത് നമ്മുടെ ഏജ് നമ്മൾ പെർസെപ്ഷൻ ഇൻഫ്ലുവൻസിൻ്റെ ഫാക്ടറാണ്. നമ്മൾ ഇൻട്രസ്റ്റ്, നമ്മുടെ സിറ്റുവേഷൻ നമ്മളെങ്ങനെ കാണുന്നു, നമ്മൾ ആംബിവലൻസ്, എക്സ്പീരിയൻസ്, നമ്മുടെ പേഴ്സണാലിറ്റി, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. ഓക്കെ, കുറച്ചും കൂടി റിലാറ്റഡായിട്ട് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.